നമ്മുടെ ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൈവം, ഏറ്റവും വലിയ സൗന്ദര്യവും പ്രണയത്തിന്റെയും പ്രതീകം ഭഗവാൻ കൃഷ്ണനാണ്. കൃഷ്ണന്റെ നിറം കറുപ്പാണ്. നമ്മുടെ മര്യാദാ പുരുഷോത്തമൻ, പുരുഷന്മാരിലെ ഏറ്റവും വലിയ ഉത്തമൻ ശ്രീരാമനാണ്. ശ്രീരാമൻ കറുപ്പാണ്. ഈ മോഹിനിയാട്ടത്തിന്റെ അടിസ്ഥാനമായ മോഹിനി യഥാർത്ഥത്തിൽ ഒരു പുരുഷനാണ്. മഹാവിഷ്ണുവിന്റെ സ്ത്രീരൂപമാണ്. മഹാവിഷ്ണു കറുപ്പാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി കറുപ്പാണ്. അദ്ദേഹത്തിന് കറുത്തവനോടോ ഇരുണ്ട നിറക്കാരനോടോ നേരിട്ട വംശീയ അധിക്ഷേപമാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനെ തന്നെ ഏറ്റവും കൂടുതൽ എനർജൈസ് ചെയ്തത്. അതുകൊണ്ട് ചരിത്രത്തിൽ അങ്ങനെ കറുത്തതോ വെളുത്തതോനപ്പുറമുള്ള ഒരുപാട് ആൾക്കാർ ചേർന്നാണ് നമ്മുടെ രാജ്യവും ലോകവും ഒക്കെ സൃഷ്ടിച്ചത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പൊതുബോധം സമൂഹത്തിൽ നിലനിർത്തുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ പൊതുബോധത്തെ മാറ്റണമെന്നാണ് നമ്മൾ പറയേണ്ടത്. ഇന്നലെ ഞാനും സത്യഭാമ ടീച്ചർ ഒരു പ്രമുഖ ചാനലിന്റെ ചർച്ചയിൽ എഴുതിയിരുന്നു. അവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തത് ഇങ്ങനെ പൊതുബോധം ഉണ്ടെങ്കിൽ അതിനെ മാറ്റണം. ഇപ്പം നമ്മുടെ ഭാനുപ്രിയ അടക്കമുള്ള ഒരുപാട് കഴിവുള്ള നർത്തകിമാരില്ലേ, നമ്മുടെ പ്രിയങ്ക ചോപ്ര അടക്കമുള്ള, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് എത്രയോ വ്യത്യസ്ത നിറങ്ങളിലുള്ള ആൾക്കാർ മികച്ച നടിമാരായി വരും. അപ്പൊ ഇങ്ങനെ കറുപ്പിനെതിരെ ഒരു നെഗറ്റീവ് പൊതുബോധമുണ്ട്. അതില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണല്ലോ ലോകത്തിൽ ഏറ്റവും ഫെയർ ആൻഡ് ലവ്ലി വിൽക്കുന്നതും വൈറ്റ്നിങ് ക്രീം വിൽക്കുന്ന സ്ഥലവും ഇന്ത്യയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള അങ്ങനെ ഒരു പൊതുബോധമുണ്ട്. അതിനൊരു വ്യക്തിയെ ആക്രമിക്കുന്നതിനപ്പുറം ആ പൊതുബോധം തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനൊരു മാറ്റം കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുകയും നാളെ മോഹിനിയാട്ടത്തിന് സൗന്ദര്യത്തിന് കോളമുണ്ടെങ്കിൽ അത് ഗ്രേസ് ഓഫ് പെർഫോമൻസ്, അല്ലെങ്കിൽ സൗന്ദര്യം എന്ന് പറയുന്നത് അവരുടെ ഡാൻസിന്റെ സൗന്ദര്യമാണ്, അവരുടെ എന്താ പറയുക, അവരുടെ കലയോടുള്ള അറിവിന്റെ സൗന്ദര്യമാണെന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം. ആ രീതിയിൽ ശ്രീ രാമകൃഷ്ണനോട്, അത് രാമകൃഷ്ണന്റെ പേരും വളരെ സിഗ്നിഫിക്കന്റ് ആണ്, രാമനും കൃഷ്ണനും ഉണ്ട്. അദ്ദേഹം അടക്കം ശ്രീ അബു അടക്കമുള്ളവർ മോഹിനിയാട്ടത്തിൽ PhD എടുത്തവരാണ്. അപ്പൊ അവരെ ബഹുമാനിക്കുന്ന ഒരു നിലപാടിലേക്ക് വരണം. ഇങ്ങനൊരു തെറ്റായ ശരിയല്ലാത്ത പൊതുബോധം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നമ്മൾ ഒരുമിച്ച് ശ്രമിക്കണം. ശ്രീമതി സത്യഭാമയെ ആക്രമിക്കുകയല്ല, ആ പൊതുബോധ നിർമ്മിതിയെ അപനിർമ്മിച്ച് അതിന് പരിഷ്കാരമോ പരിവർത്തനമോ വരുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു തെറ്റായ പൊതുബോധം, നമ്മുടെ കളറിസം എന്നൊക്കെ ഇംഗ്ലീഷുകാർ വിളിക്കുന്ന ഒരു പൊതുബോധം നമ്മുടെ ഇടയിലുണ്ട്. ആ പൊതുബോധത്തിനെതിരെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയട്ടെ. ആ രീതിയിലുള്ള ഒരു പരിവർത്തനത്തിന് നാന്ദിയായി ഇത് മാറാൻ കഴിയട്ടെ. നമ്മുടെ ദൈവങ്ങൾ എടുത്താൽ പോലും കറുപ്പ് നിറമാണ്. അതുകൊണ്ട് കറുപ്പിന് ഏഴഴകും ദൈവത്തിന്റെ നിറവുമാണ്. എല്ലാ നിറങ്ങളെയും ബഹുമാനിക്കാനുള്ള ഒരു മനോഭാവം നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.